മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം. അവിടേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം. അതിൻ്റെ 1-ാം വാക്യം മുതൽ നമുക്ക് നോക്കാം. മത്തായി 18-ന്റെ 1-ാം വാക്യം മുതൽ നമുക്ക് നോക്കാം. ഇവിടെ നാം വായിക്കുന്നത്, ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ അനേകർ ചോദിക്കുന്ന ചോദ്യം ഇതുതന്നെയാണ്. ആരാണ് വലിയവൻ? ഒരു സഭയിൽ പോലും ആരാണ് ഇവിടുത്തെ വലിയവൻ, ആരാണ് പ്രധാനപ്പെട്ടത്, ഇതുപോലുള്ള പല ചോദ്യങ്ങൾ വരും. സഹോദരന്മാരുടെ ഇടയിൽ ഈ ചോദ്യമുണ്ടാകാം, സഹോദരിമാരുടെ ഇടയിലും ഇതേ ചോദ്യമുണ്ടാകാം. ആരാണ് കൂടുതൽ ബഹുമാനത്തിന് യോഗ്യൻ? അതുപോലെ കൂടുതൽ വരമുള്ളവൻ, ആരാണ് കൂടുതൽ പ്രധാനപ്പെട്ടവൻ? ആളുകൾ എന്നെ ബഹുമാനിക്കുന്നുണ്ടോ, വിലമതിക്കുന്നുണ്ടോ? ഇത് വളരെ സാധാരണമായ ചോദ്യമാണ്. ഇത് ലോകത്തിൽ ധാരാളം കാണാൻ കഴിയും. എന്നാൽ ദുഃഖകരം എന്ന് പറയട്ടെ, ക്രിസ്തീയ ഗോളത്തിലും ഇതുണ്ട്. ധാരാളം, അനേക വർഷങ്ങളായിട്ട് ഞാനിത് കാണുന്നു. ആ ശിഷ്യന്മാർക്കും ഇതേ ചോദ്യം ഉണ്ടായിരുന്നു. യേശു അത് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവനൊരു ശിശുവിനെ വിളിച്ച് അവരോട് പറഞ്ഞു. 3-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് കാണാം, മിക്ക ക്രിസ്ത്യാനികളും കർത്താവിനെ അവരുടെ രക്ഷിതാവായിട്ട് അവർ സ്വീകരിച്ചു. അവർ വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. അവർ ഇങ്ങനെ കരുതുന്നു, സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞെന്ന്. ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഇത്രാം തീയതി ഞാൻ യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. നല്ലത്. എന്നാൽ യേശുവിൻ്റെ ഈ വാക്ക് കേൾക്കുക. നിങ്ങൾ തിരിഞ്ഞൊരു ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ, യേശു മാനസാന്തരത്തെ വിളിക്കുന്നത് ഒരു ശിശുവിനെ പോലെ ആകുന്നതിനെ പറ്റിയാണ്. ഒരു ചെറിയ കുഞ്ഞായിട്ട്. അങ്ങനെ ആയില്ലെങ്കിൽ നീ സ്വർഗരാജ്യത്ത് കടക്കയില്ല. ഞാനത് വളരെ ഗൗരവമായി എടുക്കാൻ ആഗ്രഹിക്കുന്നു. യേശു സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. അവിടെ എങ്ങനെ എത്തിച്ചേരാം എന്ന് അവന് മാത്രമേ അറിയത്തുള്ളൂ. യേശുവിനേക്കാൾ അത് വ്യക്തതയോടെ പറയാൻ കഴിയുന്ന മറ്റൊരാൾ ഈ ഭൂമിയിലില്ല. ഇതാണ് അവൻ പറഞ്ഞത്. ചിലപ്പം നാം ലേഖനങ്ങളിലേക്ക് പോയി അവിടുന്ന് ഒരു വാക്യം എടുത്തുകൊണ്ട് അതിൽ നിന്ന് യേശുവിനെ വിശ്വസിക്കുന്നതിനെയും വിശ്വാസത്തെ പറ്റിയുമൊക്കെ നമുക്ക് തെറ്റായിട്ടുള്ള ധാരണകൾ ഉണ്ടാകാൻ കഴിയും. യേശുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നതും യേശു ഈ പറഞ്ഞതും തമ്മിൽ ഒരു വൈരുദ്ധ്യവുമില്ല. അതിലൊരു വൈരുദ്ധ്യവുമില്ല. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, യഥാർത്ഥ വിശ്വാസം ഒരു ശിശുവിനെ പോലെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നതാണ്. ഞാനിത് എന്നോട് തന്നെയും നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ്. നിങ്ങളുടെ വിശ്വാസം അതെന്തു തന്നെയായിരുന്നാലും ഒരു ശിശുവിനെ പോലെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരാൻ സഹായിക്കുന്നില്ലെങ്കിൽ അതൊരു യഥാർത്ഥ വിശ്വാസമല്ല. അതുകൊണ്ട് നാം ഉണരുന്നത് നല്ലതാണ്. കാരണം യേശു പറഞ്ഞു, നീ ഒരു ശിശുവിനെ പോലെ തിരിഞ്ഞു വരുന്നില്ല എങ്കിൽ നീ സ്വർഗരാജ്യത്ത് പ്രവേശിക്കയില്ല എന്ന്. അവൻ അവിടെ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അത് ഈ ശിശുക്കൾ കാണുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പറ്റി നാം ചിന്തിക്കുമ്പോൾ അവരുടെ താഴ്മയെക്കുറിച്ചാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്. നിങ്ങൾക്കറിയാലോ, 3 വയസ്സുള്ള ഒരു കുഞ്ഞിന് നീളമുണ്ടാകാം. നിശ്ചയമാണ്. 2 വയസ്സേ ഉള്ളെങ്കിലും. അതുകൊണ്ട് യേശു പറഞ്ഞ വളരെ ചെറിയ ശിശുക്കളെ പറ്റിയാണ്. ചെറിയ ശിശുക്കളുമായിട്ട് ആളുകൾ അവൻ്റെ അടുക്ക് വന്നു. അവൻ അതിൽ ഒരു കുഞ്ഞിനെ എടുത്ത്
ആ ശിശുവിനെ പറ്റി ആയിരിക്കാം പറഞ്ഞത്. 2-3 വയസ്സുള്ള കുഞ്ഞിനെ പറ്റി ആയിരിക്കില്ല. എന്നാൽ ഒരു തൊട്ടിലിൽ കിടക്കുന്ന ഒരു ചെറിയ ശിശു, അതിന് സംസാരിക്കാൻ അറിയില്ല, വളരെ നിസ്സഹായൻ, തൻ്റെ മാതാവിനെയാണ് അത് പൂർണ്ണമായി ആശ്രയിക്കുന്നത്. ഒരു ചെറിയ കാര്യം പോലും സ്വയമായിട്ട് ചെയ്യാൻ കഴിയില്ല. അതാണ് യേശു പറഞ്ഞ മറ്റൊരു കാര്യം. യോഹന്നാൻ 15 ആ കാര്യം ഞാൻ സാധാരണ പറയാറുള്ളതാണ്. ഒരു കൊമ്പിന് സ്വയമായിട്ട് ഒരു ഫലവും കായ്ക്കാൻ കഴിയില്ല, ആ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ട് അല്ലാതെ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും വലിയ സത്യം. ഞാനത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായി മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. യോഹന്നാൻ 15:5. ക്രിസ്തുവിനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ക്രിസ്തുവിനെ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ആ അവസാന നാളിൽ നിങ്ങൾ കണ്ടെത്തും അതെല്ലാം വൃഥാവായിരുന്നു. എത്ര നേരത്തെ നിങ്ങളത് കണ്ടെത്തും അത്രയും നല്ലതാണ്. അതാണ് ആ തൊട്ടിലിൽ കിടക്കുന്ന ശിശു. ആ കുഞ്ഞിന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അത് പറയും, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓരോ കൊച്ചു കാര്യത്തിനും ഞാൻ എൻ്റെ അമ്മയാണ് ആശ്രയിക്കുന്നത്. ഒരു കാര്യം പോലും, എനിക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല, എപ്പോഴും ഞാൻ ആശ്രയിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നു അതാണ് യഥാർത്ഥത്തിലുള്ള താഴ്മ. താഴ്മ എന്നുള്ള ആ പദം ഡിക്ഷണറിയിൽ നോക്കി പഠിച്ചാൽ നിങ്ങൾ തെറ്റായ അർത്ഥമായിരിക്കും മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ 4-ാം വാക്യത്തിൽ യേശു അത് വിവരിക്കുന്നത് ഇപ്രകാരമാണ്: ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ, ഈ തൊട്ടിലിൽ കിടക്കുന്ന ശിശു, അതാണ് താഴ്മ. ഈ താഴ്മ സ്വർഗരാജ്യത്തിൽ വളരെ വിലയേറിയതാണ്, വരങ്ങളല്ല. എത്ര നന്നായിട്ട് നിങ്ങൾ പ്രസംഗിക്കും, നിങ്ങൾക്ക് എത്രമാത്രം ദൈവവചനം അറിയാം, നിങ്ങൾ എത്ര സമർത്ഥനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ഒരു ശിശുവിൻ്റെ ഹൃദയത്തിൽ ഇതുപോലുള്ള ഒരു കാര്യവുമില്ല. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാർ, ഈ വർഷങ്ങളിലെല്ലാം ഞാൻ കണ്ട ഒരു കാര്യം, ഇത് മറന്നു പോവുക എന്നുള്ളത് വളരെ ഈസിയാണ്. ഇതേപ്പറ്റി ആദ്യമായിട്ടല്ല ഞാൻ പറയുന്നത്, എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഈ വർഷങ്ങളിലൊക്കെ ഞാൻ കണ്ടത് നമ്മളിത് പിന്നെയും 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 കേൾക്കണമെന്നാണ്. കാരണം ഇത് മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആദാമിലൂടെ നമ്മളിലേക്ക് പകരപ്പെട്ട ഒരു വിഷമാണിത്. ഓർക്കുക, ആദമും ഹവ്വയും എങ്ങനെയാണ് പാപം ചെയ്തത്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നിങ്ങൾ പോയാൽ ഒരു നിമിഷം നമുക്കത് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. അവിടെ പിശാച് എന്താണ് അവരോട് പറഞ്ഞത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പാമ്പ് വന്ന് സ്ത്രീയെ പരീക്ഷിച്ചു. 5-ാം വാക്യത്തിൽ അവളോട് പറഞ്ഞു, ഇത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. നീ ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. ഞാൻ കണ്ടിട്ടുണ്ട് അനേക വിശ്വാസികൾ മറ്റുള്ളവരോട് ദൈവത്തെ പോലെയാണ് പെരുമാറുന്നത്. അവർ ചിന്തിക്കുന്നു അവർ ദൈവമാണ്, അതുകൊണ്ട് മറ്റുള്ളവർ അവരെ കുമ്പിടണം, എന്നെ അവർ ബഹുമാനിക്കണം, എന്നോട് ബഹുമാനത്തോടും കരുണയോടും കൂടെ ഇടപെടണം. അതാണ് ദൈവത്തെ പോലെ ആകുന്നത്. നീ ആരാന്നാ നീ ചിന്തിക്കുന്നത്? എല്ലാവരും നിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ. ഇതാണ് അനേക വിശ്വാസികളുടെ ഹൃദയത്തിൽ പിശാച് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് പിശാച് അവനെ പറ്റി ചിന്തിക്കുന്നത്. അതാണ് അവനെ പിശാചാക്കിയത്. ഇത് എത്ര തവണ തുടർമാനം വിശ്വാസികളോട് പറയാൻ മടിയില്ല. എങ്ങനെയാണ് പാപം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായത്? ഒന്നാമത്തെ പാപം കുലപാതകമോ വ്യഭിചാരമോ സ്ത്രീകളെ മോഹിക്കുന്നതോ കോപമോ. കോപത്തെപ്പറ്റി നാം സാധാരണ ഒത്തിരി പറയാറുണ്ട്, കണ്ണുകൊണ്ട് മോഹിക്കുന്നതിനെ പറ്റി. ശരിയാണ്, അതൊക്കെ വലിയ പാപങ്ങളാണ്. എന്നാൽ അതല്ല ആദ്യത്തെ പാപം. അതൊക്കെ ഫലങ്ങളാണ് ആ 1-ാം പാപത്തിൽ നിന്നുണ്ടായത്. എന്നാൽ ആ 1-ാമത്തെ പാപം നിഗളമായിരുന്നു. അതാണ് ആ ദൂതൻ ലൂസിഫർ, അവൻ്റെ പേരെന്ത് തന്നെ ആയിരുന്നാലും, ആ പ്രധാന ദൈവദൂതൻ, അവൻ ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹിച്ചു. മറ്റുള്ളവർ അവനെ ഉന്നതമായിട്ട് കരുതണമെന്ന് അവൻ ആഗ്രഹിച്ചു. അതേ ആ വിഷം
നിനക്ക് ദൈവത്തെ പോലെ ആകാൻ കഴിയും. അത് അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന കാര്യമാണ്. അതാണ് ഹവ്വായുടെ ഉള്ളിലേക്ക് അവൻ പറഞ്ഞത്. അവൾ ചിന്തിച്ചു അത് സംഭവിക്കുമെന്ന്. അങ്ങനെ അവൾ വഞ്ചിക്കപ്പെട്ടു. അത് ആണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മനുഷ്യ ചരിത്രത്തിൽ അനേക ആളുകൾ മറ്റുള്ളവരോട് ദൈവത്തെ പോലെ ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾ, ആത്മീയ നേതാക്കൾ, ഇതുപോലുള്ള പല ആളുകളും നിങ്ങളെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണ്, നീ ആരെ വിവാഹം കഴിക്കണം, എവിടെയാണ് നിങ്ങൾ പോകേണ്ടത്. ഒത്തിരി പാസ്റ്റർമാരും പ്രസംഗകരും അവകാശപ്പെടുന്നു മറ്റുള്ളവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന്. ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ഏത് ദൈവമനുഷ്യരിൽ നിന്നും നിങ്ങൾക്ക് ഉപദേശങ്ങൾ സ്വീകരിക്കാം. എന്നാൽ ഓർത്തിരിക്കുക, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തണമെന്നാണ്. നിങ്ങളൊരു പുതിയ വിശ്വാസിയാണെങ്കിൽ ദൈവഭക്തരായിട്ടുള്ള മറ്റാളുകളുടെ ഉപദേശങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാം. എന്നാൽ ആത്യന്തികമായിട്ട് തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. മറ്റാർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമാകാൻ കഴിയില്ല. ആ സ്ഥാനം യേശുവിന് മാത്രമാണ്. അത് പൂർണ്ണമായിട്ടും അവനാണ്. ഇതെപ്പോഴും ഓർത്തിരിക്കുക. ഞാൻ നിങ്ങളെ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് കൊണ്ടുപോകാം. മത്തായി 11-ാം അധ്യായം, നമുക്ക് അവിടേക്ക് പോകാം. അവിടെ പിന്നെയും യേശു ഒരു ശിശുവിനെ പോലെ ആകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ അവൻ വളരെ ചെറിയൊരു ശിശുവിനെ കുറിച്ചാണ് പറയുന്നത്. മത്തായി 11:25 വാക്യം. അവൻ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അല്ലെങ്കിൽ ജ്ഞാനികളെന്നും വിവേകികളെന്നും ചിന്തിക്കുന്നവർക്ക്, സാധാരണ അങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നു അവർ വലിയ ജ്ഞാനിയും വിവേകിയുമാണെന്ന്, മറ്റുള്ളവരെക്കാൾ അവർ മിടുക്കരാണെന്ന്. എന്നാൽ അത് ശിശുക്കൾക്ക് അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇവിടെ പിന്നെയും ദൈവത്തിൻ്റെ വലിയ സത്യങ്ങൾ ജ്ഞാനികളായല്ല വെളിപ്പെടുത്തുന്നത്. ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടും വെളിപ്പെടുത്തുന്നില്ല. വേദപുസ്തകം ഒത്തിരി പഠിച്ചതുകൊണ്ടും അത് വെളിപ്പെടുത്തില്ല. നമ്മൾ ദൈവത്തിൻ്റെ വചനം നിശ്ചയമായിട്ടും പഠിക്കണം. എന്നാൽ വചനത്തെക്കുറിച്ച് നിങ്ങൾക്ക് വെളിപാട് കിട്ടണമെങ്കിൽ നിങ്ങളൊരു ചെറിയ ശിശുവിനെ പോലെ ദൈവ വചനത്തെ സമീപിക്കുന്നെങ്കിലേ കിട്ടത്തുള്ളൂ. പറയുക, കർത്താവേ, ഇതിൻ്റെ അർത്ഥം എനിക്ക് ഗ്രഹിക്കാൻ പറ്റുമായിരിക്കും, എന്നാൽ എനിക്ക് വെളിപ്പെടില്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം വെളിപ്പെടുക എന്നാണ്. വെളിപ്പെടുക, വെളിപ്പെട്ടു. വലിയ അന്തരമാണ് വെളിപ്പെടുന്നതും മനസ്സിലാക്കുന്നതും തമ്മിൽ. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ ആളുകൾ മനസ്സിലാക്കുമായിരുന്നു. മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമില്ല. പഴയ നിയമകാലത്ത് അവർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നില്ല. പെന്തക്കോസ്ത് നാൾ വരെ ഒരു മനുഷ്യനും പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു ജീവിച്ച ഒരേ മനുഷ്യൻ യേശുവായിരുന്നു. ആദാമിൻ്റെ സമയം മുതൽ പെന്തക്കോസ്ത് നാൾ വരെ ഒരു മനുഷ്യനും അവരുടെ ഉള്ളിൽ ഒരിക്കലും പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് വെളിപ്പാടുകളില്ലായിരുന്നു. അവരെ അത് മനസ്സിലാക്കി. അത് യേശു വന്ന ശേഷം ഈ വെളിപ്പാട് അവൻ്റെ ചില ശിഷ്യന്മാർക്ക് ലഭിക്കാനായിട്ട് തുടങ്ങി. ഒരിക്കൽ ഞാൻ ആരാകുന്നു യേശു ചോദിച്ചു. പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവാണ് നിനക്ക് വെളിപ്പെടുത്തിയത്. എൻ്റെ പിതാവ് അത് നിനക്ക് വെളിപ്പെടുത്തിയതാണ്. അന്നാണ് ആ വെളിപ്പാട് തുടങ്ങിയത്. അതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് വെളിപ്പാട് തരാനായിട്ട് നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. ഓർത്തിരിക്കുക, അത് ശിശുക്കൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരു ശിശുവിനെ പോലെ വരുന്നവർക്ക് മാത്രമേ അത് ലഭിക്കൂ. അതുകൊണ്ട് നമ്മൾ കണ്ടു, ദൈവരാജ്യം അത് ശിശുക്കൾക്കുള്ളതാണ്. വെളിപ്പാടുകളും അതും ശിശുക്കൾക്ക് മാത്രമാണ്. അതുപോലെ ദൈവവചനത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ബുദ്ധി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപ്പറ്റിയും നാം മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ ഈ വാക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 20. അതാണ് ഈ സത്യത്തിൻ്റെ മറുപുറം. 1 കൊരിന്ത്യർ 14:20 ഇങ്ങനെയാണ് പറയുന്നത്, സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളായിരിക്കരുത്, നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ, നിങ്ങളുടെ ചിന്തയിൽ, എന്നാൽ തിന്മയ്ക്ക് ശിശുവിനെ പോലെ ആയിരിക്കുക. പൂർണ്ണമായിട്ടും തിന്മ ചെയ്യുവാൻ ശിശുക്കൾക്ക് സാധ്യമല്ല. എന്നാൽ നിങ്ങളുടെ ചിന്തയിൽ നീ ഒരു ശിശുവായിരിക്കരുത്, മുതിർന്നവനായിരിക്കണം.
അതാണ് ആ ബാലൻസ്. നമ്മുടെ ബുദ്ധിയിൽ നാം മുതിർന്നവരായിരിക്കണം. എന്നാൽ മനുഷ്യരോടുള്ള നമ്മുടെ മനോഭാവത്തിൽ നമ്മൾ നിശ്ചയമായും തിന്മ ചെയ്യാൻ അറിയാത്ത നിസ്സഹായരായ ശിശുക്കളെ പോലെ ആയിരിക്കണം. അവർക്ക് അവരെ പറ്റി തന്നെ ഉന്നതമായ ചിന്തയില്ല. ഇങ്ങനെ തന്നെയാണ് ആത്യന്തികമായിട്ട് ആ ദൈവരാജ്യത്തിലും സംഭവിക്കുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അന്ന് നാം വായിക്കുന്നു, ഒരാട്ടിൻകുട്ടി ഒരു ചെന്നായി ഒരുമിച്ച് കിടക്കും, എല്ലാ ദുഷ്ടതയും വന്ന് മാറിപ്പോകും. ആദ്യം ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് ആ ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ അന്ന് വന്യജീവികൾ, അന്നൊരു വന്യജീവി ഉണ്ടായിരുന്നില്ല. യെശയ്യാവ് 11 അത് രേഖപ്പെടുത്തിയ ആ വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം. യേശുക്രിസ്തു വന്ന് തൻ്റെ രാജ്യം സ്ഥാപിക്കുന്ന ആ കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. യെശയ്യാവ് 11 നമുക്ക് പോകാം. 6-ാമത്തെ വാക്യം. ആ നാളിൽ ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും ഒരുമിച്ച് പാർക്കും. ആരായിരിക്കും അവരുടെ നേതാവ്? ഒരു ചെറിയ കുട്ടി. ദൈവരാജ്യം എങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അവിടെ നേതാവ് ഒരു വലിയ മനുഷ്യരായിരിക്കുകയല്ല, ഒരു ചെറിയ കുട്ടിയായിരിക്കും. ഇങ്ങനെ ആയിരിക്കും ദൈവരാജ്യം. മുഴുവൻ സൃഷ്ടിയും മടങ്ങി ആ ആദാം പാപം ചെയ്തതിന് മുമ്പുള്ള ദിവസത്തെ പോലെ ആയിത്തീരും. ആദാം പാപം ചെയ്തതിന് മുമ്പ് ഏദൻ തോട്ടം എങ്ങനെയായിരുന്നു അങ്ങനെ. മൃഗങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും, മുള്ളും പറക്കാരെയും മാറും. അന്ന് നേതാവ് ഒരു ചെറിയ കുട്ടിയായിരിക്കും. ഇവിടെ ദൈവം തൻ്റെ രാജ്യം എങ്ങനെ ആയിരിക്കും എന്ന് പറയുകയാണ്. അതുകൊണ്ട് ശിശുവിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് നമുക്ക് ശിശുക്കളുടെ ചില പ്രത്യേകതകളെ പറ്റി ചിന്തിക്കാം. അവർക്ക് സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ശിശുക്കളുടെ ഒരു പ്രത്യേകത, അവർ വളരെ ബുദ്ധിയുള്ളവരാണെന്ന് അവരവകാശപ്പെടുന്നില്ല. അല്ലെങ്കിൽ കഴിവുകളോ ജ്ഞാനമോ ഉള്ളവരാണെന്ന് അവരാളുകളിൽ മതിപ്പുളവാക്കുന്നില്ല. ഞാൻ പലപ്പോഴും തൊട്ടിലിൽ കിടക്കുന്ന ഒരു ശിശുവിനെ പറ്റി ധ്യാനിക്കാറുണ്ട്. ഞാൻ കാണുന്നത് ആരിലെങ്കിലും മതിപ്പുളവാക്കാനായിട്ട് അവർക്കൊരു താല്പര്യവുമില്ല. അവരുടെ അറിവുകൊണ്ടോ കഴിവുകൊണ്ടോ വരങ്ങൾ കൊണ്ടോ ഒന്നും. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇതൊരു ചിന്തയായിട്ട് മാത്രം എടുക്കരുത്. ഈ കുഞ്ഞിലുള്ള ഈ ഗുണങ്ങൾ ഞാൻ കണ്ടപ്പം ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ ചോദിച്ചു, ഇതിലെന്തെങ്കിലും എന്നിലുണ്ടോ? അതിൻ്റെ ഒരു മണമെങ്കിലും നിന്നിലുണ്ടോ? നിങ്ങൾ ആളുകളൊരു മതിപ്പ് ഉളവാക്കുന്നുണ്ടോ? നിങ്ങളെത്ര ബുദ്ധിയുള്ളവനാണ്, നിങ്ങൾക്കെത്ര കഴിവുണ്ട്, എന്തൊക്കെ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ കഴിവുണ്ടായിരിക്കുന്നത് നല്ലതാണ്, എന്നാൽ ആ കഴിവുകൾ കൊണ്ട് ആളുകളിൽ മതിപ്പുളവാക്കുന്ന മറ്റൊരു കാര്യമാണ്. ഒരു ശിശുവിൽ അല്പവുമില്ലത്. ഒരു തൊട്ടിലിൽ കിടക്കുന്ന ഒരു ശിശുവിനെ പറ്റി വളരെയധികം നിങ്ങൾ ചിന്തിക്കണം. ഈ സന്ദേശം നിങ്ങൾ 100 പ്രാവശ്യം കേട്ടാലും നിങ്ങൾ പിന്നെയും ആളുകളിൽ മതിപ്പുളവാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നെങ്കിൽ നിങ്ങളിത് പിന്നെയും കേൾക്കണം. ഇത് പ്രത്യേകമായിട്ട് നിനക്കുള്ളതാണ്. ഒരു സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ, ഇത് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടെന്ന് പറയാതെ നിങ്ങൾ ഈ പ്രശ്നം എനിക്ക് ഇപ്പോഴും ഉണ്ടോ എന്ന് ചിന്തിക്കുക. നിങ്ങളൊരു ശിശുവിനെ പോലെ അല്ലെങ്കിൽ എങ്കിലിത് പിന്നെയും കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മറ്റൊരാളിലും എനിക്ക് മതിപ്പുളവാക്കാൻ ആഗ്രഹമില്ല. എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ എൻ്റെ അറിവ് കൊണ്ടോ അങ്ങനെ ഒരു കാര്യത്താലും ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. അതാണ് ഒരു ശിശുവിനെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ. കർത്താവ് പറഞ്ഞു, ഇങ്ങനെയുള്ളവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കുകയുള്ളൂ. ശരി, അതിനുശേഷം ഞാൻ ചിന്തിച്ച മറ്റൊരു കാര്യം, അത് മനുഷ്യരുടെ ഇടയിൽ സാധാരണമാണ്, ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും. ആ തൊട്ടിലിൽ കിടക്കുന്ന ആ കുട്ടി ആ മുറിയിലുള്ള ആരെയും വിധിക്കുന്നില്ല. മറ്റുള്ളവരെ ഒരു കാര്യത്തിലും ആ കുഞ്ഞ് വിധിക്കുന്നില്ല. ഒരഭിപ്രായവുമില്ല. അതാണ് ആ മനോഭാവം. നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത്. ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ദൈവം നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ടെങ്കിൽ
എങ്കിൽ നിശ്ചയമായിട്ടും ദൈവിക ജ്ഞാനത്തിൽ നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു അപ്പനാണ്. എൻ്റെ മക്കളെപ്പറ്റി എനിക്കൊരു അഭിപ്രായമില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അവരെപ്പറ്റി നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് അവർ ആത്മീയമായിട്ട് വളരുന്നത്, മറ്റു കുഞ്ഞുങ്ങളെ അവർ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, അവർക്ക് ധാർഷ്ട്യമുണ്ടോ, നിശ്ചയമായിട്ടും ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. എന്നാൽ ഞാൻ പറയുന്ന സഭയിലുള്ള മറ്റാളുകളെ സംബന്ധിച്ച് എൻ്റെ മനോഭാവം ഇതായിരിക്കണം: ഞാൻ ആരെയും വിധിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം അത് ചെയ്യട്ടെ. എന്നാൽ അവിടെ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് അവിടെ നിങ്ങളൊരപ്പനോ സഭയിലെ ഒരു മൂപ്പനോ ആണെങ്കിൽ, നിങ്ങളുടെ സഭയിലുള്ള ആളുകളെക്കുറിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായമില്ലെങ്കിൽ നിങ്ങൾ പ്രയോജനമില്ലാത്ത ഒരു മൂപ്പനാണ്. സഭയിലുള്ള ഓരോരുത്തരെ കുറിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം. കാരണം ഒരു മൂപ്പനൊരു പിതാവാണ്. അത് ഇതുപോലാണ്. നിങ്ങളൊരു പിതാവാണെങ്കിൽ നിങ്ങൾക്ക് 10 മക്കളുണ്ട്. ആ 10 മക്കളിൽ അവരെ ഓരോരുത്തരെയും പറ്റി ഒരു നല്ല പിതാവാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എൻ്റെ മൂത്ത മകൻ്റെ സ്ഥിതി എങ്ങനെയാ, എൻ്റെ മകളെങ്ങനെയാ, ഈ മോനെങ്ങനെയാ, മറ്റേ മോൻ്റെ അവസ്ഥ എന്താ. നിന്റെ മക്കളുടെ അവസ്ഥ നിനക്കറിയില്ല എങ്കിൽ നീ ഒരു പ്രയോജനവുമില്ലാത്തൊരു പിതാവാണ്. നിനക്കവരെ സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു ശിശുവിനെ പോലെ ആയിരിക്കാമെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ ഒരു ശിശുവിനെ പോലെ ആയിരിക്കുക. എന്നാൽ ദൈവം നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിലോ ഒരു സഭയിലോ നമ്മൾ വിവേചനമുള്ളവരായിരിക്കണം. കാര്യങ്ങളെപ്പറ്റി നമുക്ക് അഭിപ്രായം ഉണ്ടാകണം. എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിനപ്പുറത്ത് നമ്മളൊരു ശിശു ആയിരിക്കണം. ഉദാഹരണത്തിന് മറ്റേ സഭയിലുള്ള അവൻ്റെ അവസ്ഥ എന്താ, അതെൻ്റെ വിഷയമല്ല, എനിക്കതറിയണ്ട. ആ സഭയിലുള്ള ആ ആളിൻ്റെ മേലെ ദൈവം എനിക്കൊരു ഉത്തരവാദിത്വം തന്നിട്ടില്ല. എന്തിന് ഞാൻ ആ കാര്യത്തിൽ അഭിപ്രായം പറയണം? അതിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു വ്യക്തി അവൻ്റെ മേലെ ദൈവം എനിക്ക് ഉത്തരവാദിത്വം തന്നിട്ടില്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമെന്താ? എനിക്ക് അവനുമായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ എങ്കിൽ ഞാൻ അവനെ വിവേചിക്കണം. സാധാരണ ക്രിസ്ത്യാനികൾ അവർക്കൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അവരൊരു അഭിപ്രായം പറയുന്നു. അതിൻ്റെ ആവശ്യമെന്താ? നിങ്ങൾ നിങ്ങളെ തന്നെ കളങ്കപ്പെടുത്തും. നിങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ള ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ആളുകളുടെ മേൽ മാത്രമേ നിങ്ങൾക്ക് അധികാരമുള്ളൂ. നിങ്ങളൊരു പിതാവോ ഓഫീസിൽ നിങ്ങളൊരു മേലധികാരിയോ, നിങ്ങൾ നിശ്ചയമായിട്ടും അറിയണം നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ നിലവാരം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രയോജനവുമില്ലാത്ത ഒരു മേലധികാരി ആയിരിക്കും. അവരെക്കുറിച്ച് എനിക്ക് അഭിപ്രായം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മളിവിടെ പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവവും അതുപോലെ ഈ തിരിച്ചറിവുമാണ് ദൈവം എനിക്ക് എവിടെയൊക്കെയാണ് അധികാരം തന്നിരിക്കുന്നതെന്ന്. അവരെപ്പറ്റി എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം. എന്നാൽ അതിനപ്പുറത്ത്, അതിന് വെളിയിൽ ഞാനൊരു ശിശുവിനെ പോലെ ആയിരിക്കും. ഞാൻ ദൈവത്തിന് മുമ്പാകെ ജീവിക്കും. അങ്ങനെയെങ്കിൽ ലോകത്തുള്ള അനേകരെ പറ്റിയുള്ള 101 കാര്യങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് ഞാൻ എന്നെ തന്നെ കളങ്കപ്പെടുത്തത്തില്ല. അവരെ പറ്റി ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യം എനിക്കില്ല. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ മനസ്സ് മുഴുവനും പലരെക്കുറിച്ചുള്ള അഭിപ്രായം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണോ? അതിൻ്റെ ആവശ്യമില്ല, അത് നിങ്ങളെ കളങ്കപ്പെടുത്തും. ഇങ്ങനെയുള്ള ഒത്തിരി അഭിപ്രായങ്ങൾ നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതിനൊരു തടസ്സമായിട്ട് വരും. നോക്കൂ, ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും മനോഭാവം എനിക്കുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതിന് തന്നെ തടയും. ഓക്കെ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ എൻ്റെ ചിന്തയിലേക്ക് വന്ന മറ്റ് ചില കാര്യങ്ങളോടുണ്ട്. ഒരു ശിശു ഒരിക്കലും തൻ്റെ അവകാശം ചോദിക്കുന്നില്ല. ഈ ലോകം മുഴുവനും ആളുകൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരാണ്. ഇതെൻ്റെ അവകാശമാണ്. ഒരു കുഞ്ഞിനൊരു അവകാശവാദവുമില്ല. അതിൻ്റെ അവകാശം എടുത്തു മാറ്റിയാലും അവൻ അതിനു വേണ്ടി മത്സരിക്കില്ല. ദൈവമാണ് അവന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം യേശുവാണ്. ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്ന തൻ്റെ പിതാവിനെ പൂർണ്ണമായും ആശ്രയിച്ചാണ് അവൻ ജീവിച്ചത്. അവനൊരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നു. തൻ്റെ ഒരു അവകാശത്തിനു വേണ്ടി അവൻ ശബ്ദമുയർത്തിയില്ല. ആളുകൾ അവനെ നിന്ദിച്ചു. അവസാനം അവരവൻ്റെ മുഖത്ത് തുപ്പി. അവിടെ ഒന്നും തൻ്റെ അവകാശത്തിനായിട്ട് അവൻ ശബ്ദമുയർത്തിയില്ല. അവനോട് ആളുകൾ ചെയ്തതിലോ അവനോട് പറഞ്ഞതിലോ അവൻ ഒരിക്കലും മുറിപ്പെട്ടില്ല. ഒരിക്കലും. ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ്, മുറിപ്പെടാതെ ഇരിക്കുക എന്നുള്ളത് നാം പഠിക്കേണ്ട ഒരു ബാലപാഠമാണ്. ഇടറിപ്പോകുന്നതിനെ അതിജീവിക്കാൻ ക്രിസ്തീയ ജീവിതത്തിൽ നാം പഠിക്കേണ്ട ഒന്നാമത്തെ പാഠമാണ്. ഇടറാത്തവരായി എങ്ങനെ ഒരു ക്രിസ്ത്യ ജീവിതം നടത്താമെന്ന്. തുടർന്ന് നമുക്ക് മുന്നോട്ട് 1-ാം ക്ലാസ്സിലേക്കും 2-ാം ക്ലാസ്സിലേക്കും ഒക്കെ പോകാം. അത് കോപത്തെ ജയിക്കുന്നതും ലൈംഗിക ചിന്തകളും അങ്ങനെ പല കാര്യങ്ങൾ. എന്നാൽ ഈ ബാലപാഠം പഠിക്കാതെ 1-ാം ക്ലാസ്സിലേക്കും 2-ാം ക്ലാസ്സിലേക്കും ഒക്കെ ചാടിക്കയറരുത്. ഈ പ്രൈമറി ക്ലാസ്സിലെ ബാലപാഠം പഠിക്കാതെ ചിലർ 2-ാം ക്ലാസ്സിലെ 3-ാം ക്ലാസ്സിലൊക്കെ പാഠം പഠിക്കാനായിട്ട് ശ്രമിക്കും. മുറിപ്പെടാതെ ജീവിക്കുക എന്നുള്ള ആ ബാലപാഠം പഠിക്കാതെ
തുടങ്ങേണ്ടത് ഇവിടാണ്. അത് കോപത്തെ ജയിക്കുന്നതിനേക്കാൾ വളരെ പ്രയാസം കുറഞ്ഞതാണ്. കോപത്തെ ജയിക്കുന്നത് കുറച്ചുകൂടെ പ്രയാസമാണ്. കണ്ണുകൊണ്ടുള്ള മോഹത്തെ ജയിക്കുന്നത് കൂടുതൽ പ്രയാസമാണ്. എന്നാൽ ബാലപാഠമെന്ന് പറയുന്നത്, എനിക്ക് ഇത് പഠിക്കണം, ആളുകൾ എന്നോട് എന്തു പറഞ്ഞാലും ഞാൻ ഒരിക്കലും ഇടറിപ്പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആളുകൾ എന്നോട് പറയാത്തതുകൊണ്ടോ, ഞാൻ ആഗ്രഹിച്ച കാര്യം ഒരാൾ എനിക്ക് തന്നില്ലെങ്കിലും തന്നാലും, ഒരുപക്ഷെ ഒരാൾ എന്നെ കണ്ടില്ലെന്ന് നടിച്ചു, അല്ലെങ്കിൽ എന്നോട് മോശമായിട്ട് പെരുമാറി, അത് കാരണം ഞാൻ ഒരിക്കലും ഇടറിപ്പോകത്തില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെ അനേക നാളത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് സത്യത്തിൽ ഒരു ബാലപാഠമാണ്. ഇപ്പോഴും നിങ്ങൾ മുറപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാം, ഞാനൊരു പ്രൈമറി ക്ലാസ്സിലാണ്, നമുക്ക് അവിടുന്ന് മുന്നോട്ട് പോകാം. അതിൽ നിന്ന് നാം രക്ഷപ്പെടുക. കാരണം ക്രിസ്തു ജീവിതം ആ പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണ്. അത് വളരെ അപ്പുറത്തുള്ള കാര്യമാണ്. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. കുഞ്ഞുങ്ങളിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത ആണത്. ഇത് മുതിർന്നവരിലും കാണണം. ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പകയില്ല. ഇപ്പോൾ തന്നെ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാതിരുന്ന ആരോടെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പക നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം, ഭാര്യ ഭർത്താക്കന്മാരും ഇതുപോലെ പക സൂക്ഷിക്കാറുണ്ട്. അത് ഒരു നിമിഷം പോലും നമ്മുടെ ഹൃദയത്തിൽ വെക്കാൻ പാടില്ല. പിന്നെങ്ങനെ നമുക്ക് ഒത്തിരി നാളത് സൂക്ഷിക്കാൻ കഴിയും? ആരോടും കോപം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കരുത്. അത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാനത്തോ മറ്റെങ്ങും, നിങ്ങളുടെ മേലധികാരിയോട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം, നിന്നോട് മോശമായിട്ട് പെരുമാറി കാണാം. എന്നാൽ നിങ്ങളുടെ മേലധികാരിക്ക് തന്നെ നിങ്ങൾ കോപം സൂക്ഷിക്കരുത്. നിങ്ങൾ അവനെ അല്ല നശിപ്പിക്കുന്നത്, നിങ്ങൾ നിങ്ങളെയാണ് നശിപ്പിക്കുന്നത്. ആ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് തൻ്റെ ഹൃദയത്തിൽ ആരോടും കോപം സംഗ്രഹിച്ചു വെച്ചിട്ടില്ല. ഞാൻ ധ്യാനിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം കർത്താവ് ഇങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങളൊരു ശിശുവിനെ പോലെ ആകണമെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് വായിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഒരു ശിശുവിനെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കാരണം നീ പറഞ്ഞു സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണെന്ന്. എനിക്ക് ആ സ്വർഗരാജ്യം വേണം, എനിക്ക് ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. ഞാനത് ഗൗരവമായിട്ട് എടുക്കുന്നു. ശരിയായൊരു വിശ്വാസം എനിക്ക് വേണം, ബുദ്ധിപരമായ ഒരു വിശ്വാസമല്ല എനിക്ക് വേണ്ടത്. ബുദ്ധി കൊണ്ട് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, എന്നാൽ അത് ജീവനുള്ള വിശ്വാസമല്ല. അത് ജീവനുള്ള വിശ്വാസമാണെങ്കിൽ ഞാനൊരു ശിശുവിനെ പോലെ ആവും. യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ഒരു ശിശുവിനെ പോലെ താഴ്ത്തുന്നവനാണ് എന്ന് യേശു പറഞ്ഞ് നമുക്ക് അല്പനേരം മാറ്റിവെച്ചിട്ട്, ഇന്ന് സ്വർഗത്തിൽ ചെന്ന് നിങ്ങളൊരു ദൂതനോട് ചോദിച്ചാൽ, ഇന്ന് സ്വർഗത്തിലെ ഏറ്റവും വലിയവൻ ആരാണ്? അവർ പറയും, യേശു കർത്താവ്. അവനാണ് ഏറ്റവും വലിയവൻ. എങ്കിലും അവൻ ഭൂമിയിലായിരുന്നപ്പം പറഞ്ഞു, ഈ ശിശുവിനെ പോലെയുള്ളവനാണ് സ്വർഗരാജ്യത്തെ വലിയവൻ. അതിൻ്റെ അർത്ഥം ഒരു ശിശുവിലുള്ള എല്ലാ കാര്യവും യേശുവിൽ ഉണ്ടായിരുന്നു എന്നാണ്. അവന് ആരെക്കുറിച്ച് അഭിപ്രായമില്ലായിരുന്നു എന്നല്ല. അങ്ങനെയെങ്കിൽ ഒരു ശിശുവിനെ പോലെ ആകണമെന്ന് നാം പറയുന്നതിനകത്തൊരു ബാലൻസ് ഇല്ല. ഈ രണ്ട് കാര്യമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒരു സംശയവുമില്ല, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ യേശു ക്രിസ്തുവാണ്. എങ്കിലും അവൻ പറഞ്ഞു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ഒരു ശിശുവിനെ പോലെ തന്നെ താഴ്ത്തുന്നവനാണ്. അതുകൊണ്ട് ഒരു ശിശുവിൽ കാണണമെന്ന് യേശു പറഞ്ഞ എല്ലാ കാര്യവും യേശുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിലുണ്ടായിരുന്നു. അവനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതവൻ്റെ പിതാവായ ദൈവം അവന് കൊടുത്തതാണ്. അപ്പോൾ അവനത് പറയാൻ കഴിയും. അതുകൊണ്ട് അവൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും പിതാവിൽ ആശ്രയിച്ചായിരുന്നു. ഇങ്ങനെ ജീവിക്കുന്ന മനോഹരമായൊരു കാര്യം. വളരെ കുറച്ച് ആളുകളെ ഇങ്ങനെ ജീവിക്കുന്നുള്ളൂ. അവർ അറിയാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് ഈ സാഹചര്യത്തിൽ അവിടുത്തെ അഭിപ്രായം എന്താ, ഈ വ്യക്തിയെപ്പറ്റി അവിടുത്തെ അഭിപ്രായം എന്താ, എനിക്ക് വേണ്ടിയത് അതാണ് ഒരു ശിശു. കർത്താവ് ഈ സാഹചര്യത്തെപ്പറ്റി എനിക്കൊരു അഭിപ്രായമില്ല, ഈ വ്യക്തിയെപ്പറ്റി എനിക്കൊരു അഭിപ്രായമില്ല. കർത്താവ് ഞാൻ അവിടുത്തെ മകനായതുകൊണ്ട് ഇതെന്നെ കാണിക്കണേ. ചില സാഹചര്യത്തിൽ എനിക്കൊരു അഭിപ്രായത്തിൻ്റെ ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ കാര്യത്തിൽ ഞാനൊരു മൂപ്പനാണ്. എനിക്ക് ഒത്തിരി ആളുകളെക്കുറിച്ച് അഭിപ്രായം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഒരു ആത്മീയ പിതാവ് എന്ന തലത്തിൽ പലരുടെ മേലും ദൈവം എനിക്ക് ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം. നിങ്ങളൊരു പിതാവാണെങ്കിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം. ദൈവത്തിന് ആ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയും. എന്നാൽ യേശുവിന് പലരെക്കുറിച്ചും അഭിപ്രായം ഉണ്ടായിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഹെരോദാവിനെ ഒരിക്കൽ കുറുക്കനെന്നും വിളിച്ചു.
അവൻ പറഞ്ഞു, പോയി ആ കുറുക്കനോട് പറയുക. അവന് പത്രോസിനെ കുറിച്ച് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പത്രോസ് ഒരിക്കൽ അവനോട് പറഞ്ഞു, ക്രൂശിലേക്ക് പോകരുത്. അവൻ പറഞ്ഞു, പിശാച് എന്നെ വിട്ടു പോവുക. എവിടുന്നാണ് അവനത് കിട്ടിയത്? കുഞ്ഞുങ്ങൾ പറയല, പിശാച് എന്നെ വിട്ടു പോകാൻ. എവിടുന്നാണ് അവനത് കിട്ടിയത്? അവന് അവൻ്റെ സ്വർഗീയ പിതാവിനോട് ഒരു ശിശുവിൻ്റെ മനോഭാവമായിരുന്നു ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിലൂടെ അവൻ്റെ പിതാവ് അവനെ അപ്പോൾ തന്നെ കാണിച്ചു. പത്രോസിൻ്റെ ഈ മനോഭാവം, ക്രൂശിലേക്ക് പോകേണ്ടെന്ന് പറയുന്ന ആ മനോഭാവം, അത് പൈശാചികമാണ്. പിശാചാണ് നീ ക്രൂശിലേക്ക് പോകരുതെന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ അവിടുന്ന് പഠിച്ചത്. പത്രോസ് പറഞ്ഞേ ഇത്രയേ ഉള്ളൂ, കർത്താവേ, യേശു പറഞ്ഞ് ഞാൻ ക്രൂശിലേക്ക് പോയി മരിക്കാൻ പോവുകയാണ്. കർത്താവേ, നിനക്കങ്ങനെ ഭവിക്കരുത്. അത് പറഞ്ഞത് സ്നേഹം കൊണ്ടാണ്, എന്നാൽ അത് ഭോഷത്വമായ സ്നേഹമാണ്. യേശു അപ്പോൾ തന്നെ അവന് നേരെ തിരിഞ്ഞ് പിശാച് എന്നെ വിട്ടുപോകാൻ പറഞ്ഞു. മത്തായി 16 ഈ വാക്യം വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച് ഞാൻ ഓർക്കുന്നു. 23 വാക്യം. ഞാൻ മനസ്സിലാക്കി, എന്നോട് ഏതെങ്കിലും സമയത്ത് പറയുന്ന ഈ ശബ്ദം, ഇവിടെ നീ മരണത്തിന് ഏൽപ്പിക്കരുത്, അതെപ്പോഴും പിശാചിൻ്റെ ശബ്ദമാണ്. എവിടുന്ന് ഞാനത് മനസ്സിലാക്കിയത്? മത്തായി 16 21 മുതൽ 23 വരെയുള്ള വാക്യം. നിങ്ങൾക്ക് ആ വാക്യം പരിചയമില്ലെങ്കിൽ വായിക്കുക. മത്തായി 16 21. യേശു പറഞ്ഞു, ഞാൻ ക്രൂശിലേക്ക് പോകുന്നു, അവിടെ ഞാൻ കൊല്ലപ്പെടും. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി അവനോട് പറഞ്ഞു, കർത്താവേ, നിനക്കത് ഒരിക്കലും സംഭവിക്കരുത്, നീ ക്രൂശിലേക്ക് പോകരുത്. പെട്ടെന്ന് തന്നെ യേശു പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോകും. നിങ്ങൾക്കറിയാം, 2 പ്രാവശ്യമേ യേശു ഇപ്രകാരം പറഞ്ഞിട്ടുള്ളൂ. ഒരു പ്രാവശ്യം അവൻ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടും, പിശാചിനോട് തന്നെ നേരെ പറഞ്ഞതാണത്. ഒരിക്കൽ സാത്താൻ പറഞ്ഞു, നീ എന്നെ നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം ഞാൻ നിൽക്കുന്നത്. യേശു പറഞ്ഞു, പിശാചെ എന്നെ വിട്ടു പോവുക. രണ്ടാമത് അതവൻ പറഞ്ഞത് പത്രോസിനോടാണ്. പത്രോസിനെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, നീ പിശാചെ എന്നെ വിട്ടുപോകും, നീ എനിക്ക് ഇടർച്ചയാവുന്നു. കാരണം നീ ദൈവത്തിൻ്റെതല്ല കരുതുന്നത്, മനുഷ്യൻ്റെതാണ് കരുതുന്നത്. അതിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം ഇതാണ്. ഇപ്രകാരം എന്നോട് പറയുന്ന ശബ്ദം, അതേത് സാഹചര്യത്തിലായാലും, ഇവിടെ നീ ക്രൂശിലേക്ക് പോകരുത്, നിന്റെ സ്വയത്തിന് നീ ഇവിടെ മരിക്കരുത്. പല പല സാഹചര്യങ്ങളിലും ഈ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ കേൾക്കും. ഇവിടെ മരിക്കരുത്, പ്രതിരോധിക്കുക, സ്വയത്തിന് മരിക്കരുത്. ആ ശബ്ദം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് പിശാചിൻ്റെ ശബ്ദമാണ്. അവിടെ കർത്താവിനോട് പറഞ്ഞു, നിന്റെ താല്പര്യം ദൈവിക കാര്യങ്ങളിലല്ല, നിന്റെ താല്പര്യം അത് നിന്റെ സ്വയത്തിൻ്റെ താല്പര്യമാണ്. ഇപ്രകാരമാണെങ്കിൽ നീ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ യോഗ്യനല്ല. നീ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, ഇപ്പം നീ സ്വർഗത്തിലേക്കുള്ള വഴിയിലല്ല, നീ നിനക്കായി ജീവിക്കുകയാണ്. നീ ക്രൂശിൻ്റെ വഴി ഉപേക്ഷിച്ച് നിന്റെ വഴിയെ പോവുകയാണ്. യേശു പറഞ്ഞു, നീ എനിക്കൊരു ഇടർച്ചയാണ്. ക്രിസ്ത്യാനികളെന്ന് തങ്ങളെ തന്നെ വിളിക്കുന്ന എത്ര പേര് മറ്റുള്ളവർക്ക് ഇടർച്ചയാണ്. കാരണം ഒരു ക്രൂശിൻ്റെ വഴി ഉപേക്ഷിക്കുന്നു, സ്വയത്തിൽ മരിക്കുന്ന വഴി. സ്വയത്തിന് മരിക്കണമെന്ന് കേൾക്കുന്ന സമയം അവർ പറയും, വേണ്ട, എനിക്ക് ആ വഴിയെ പോകണ്ട. പിശാച് പറയും, ആ വഴിയെ പോകണ്ട, നിന്റെ അവകാശത്തിന് വേണ്ടി പൊരുതുക. അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനായിട്ട് കഴിയും. ഒരു കുഞ്ഞ് അവൻ്റെ അപ്പനെ കേൾക്കുന്നു, യേശു തൻ്റെ പിതാവിനെ കേൾക്കുമായിരുന്നു. അവൻ പറഞ്ഞു, നീ മരിക്കണം. യേശു പറഞ്ഞു, നിശ്ചയമായിട്ടും ഞാൻ ആ വഴിയെ പോകും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾ ആരോടും വിരോധം സൂക്ഷിച്ചു വെക്കുന്നില്ല, ആരോടും പക സൂക്ഷിക്കുന്നില്ല. അതുപോലെ കുഞ്ഞുങ്ങൾ മറ്റുള്ളവർ അവരോട് ചെയ്ത കാര്യമൊന്നും ഓർത്തു വയ്ക്കുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. തൊട്ടിലിൽ കിടക്കുന്നൊരു ശിശുവിനെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ അതിന് ഭാവിയെപ്പറ്റി വലിയ പ്രതീക്ഷകളും പ്ലാനുകളും ഒന്നുമില്ല. പിന്നെയും ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ബുദ്ധിയിൽ കുഞ്ഞുങ്ങളായിരിക്കരുത്. തിന്മയ്ക്ക് ഒരു ശിശുവിനെ പോലെ ആയിരിക്കുക. അതാണ് 1 കൊരിന്ത്യർ 14 നാം വായിച്ചത്. നാം ഇതും മനസ്സിലാക്കേണ്ടത് സമതുലിതമായിട്ടായിരിക്കണം. ഭാവിക്ക് വേണ്ടി നാം കരുതേണ്ട ആവശ്യമുണ്ടോ? നിശ്ചയമായിട്ടും. ഈ ഭൂമിയിലെ ജീവിതം ദൈവമാണ് നമുക്ക് തന്നത്. അതുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ പൈതൽ തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ പദ്ധതികൾക്ക് അവനെ തന്നെ താഴ്ത്തും. ഇങ്ങനെയാണ് ഒരു ശിശു. അത് തൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് പറയും, പിതാവ്, ഞാൻ ഇങ്ങനെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, നിനക്കെന്ത് തോന്നുന്നു? യേശു നിരന്തരമായിട്ട് അങ്ങനെയാണ് ജീവിച്ചത്. തൻ്റെ ജീവിതകാലം മുഴുവനും അവൻ്റെ പിതാവിനോട് ആലോചിക്കാതെ
അവനൊന്നും ചെയ്തില്ല. സദൃശവാക്യത്തിലുള്ള ഈ വാക്യം നോക്കാം. 3-ാം അധ്യായം. ഈ 3-ാം അധ്യായത്തിൽ പറയുന്ന മനോഹരമായൊരു വാക്യം. ഇവിടെ പറയുന്ന ഒരു വാഗ്ദാനമുണ്ട്. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. സദൃശവാക്യം 3:6. ദൈവം നിന്റെ പാതകളെ നേരെയാക്കണമെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരു അനുഗ്രഹീതമായ അവസ്ഥയാണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, കർത്താവ്, എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുമില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് പറയാൻ ഞാനത് ചെയ്യും. സദൃശവാക്യം 3:5-6 വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, നിന്റെ വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചോളൂ. ഒരു ശിശു അതാണ് ചെയ്യുന്നത്. ഒരു നിസ്സഹായനായ കുഞ്ഞ് അവൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ ഇനിയും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇനിയും ഞാൻ എന്ത് ചെയ്യണം? നിരന്തരമായി ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ജീവിതമാണത്. അപ്പോൾ ദൈവം നിന്റെ പാതകളെ പൂർണ്ണമായിട്ട് നേരെയാക്കും. എൻ്റെ ചിന്തയിൽ ഒരു വളഞ്ഞ വഴി എനിക്ക് വേണ്ട. ദൈവരാജ്യത്തിലേക്കുള്ള എൻ്റെ ആ വഴി പൂർണ്ണമായിട്ടും എനിക്ക് നേരെ ആയിരിക്കണം. ദൈവം പറയുന്നു, ഞാൻ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ അംഗീകരിക്കുമെങ്കിൽ. നിസ്സഹായ ഒരു കുഞ്ഞങ്ങനാണ്. പിതാവേ, എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത്? ആ ശിശുവിനൊന്നും അറിയില്ല. അവൻ്റെ കണക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അവൻ്റെ പിതാവ് ആ കണക്ക് എങ്ങനെ ചെയ്യണമെന്ന കാര്യത്തെക്കുറിച്ച് അവൻ ഒരറിവുമില്ല. പിതാവെ, ഞാൻ ഇത്രയും പൂർത്തിയാക്കി, അടുത്ത ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? അപ്പോൾ പിതാവ് പറയും, ഇങ്ങനെ ചെയ്യുക. ശരി, അങ്ങനെ ചെയ്യും. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അടുത്തത്. അങ്ങനെയാണ് യേശു ജീവിച്ചത്. എപ്പോഴും അങ്ങനെ ചോദിക്കുന്നൊന്നല്ല, അത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ്. അവിടെ അവൻ അറിയാതെ തന്നെ ദൈവം അവനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിലുള്ള ഒരു നിരന്തര ആശ്രയമാണ്. ഇങ്ങനെ ജീവിക്കാൻ നിങ്ങൾ പഠിച്ചാൽ അതൊരു വിലയേറിയ കാര്യമാണ്. അത് വിവരിച്ചു തരാൻ എനിക്ക് പ്രയാസമാണ്. എന്നാൽ അങ്ങനെയാണ് യേശു ജീവിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 5 അതിനെപ്പറ്റി നമുക്ക് വായിക്കാം. ഇങ്ങനെയാണ് യേശു ഒരു ശിശുവിനെ പോലെ ജീവിച്ചത്. യോഹന്നാൻ 5:19 വാക്യം. മനോഹരമായൊരു വാക്യം. യോഹന്നാൻ 5:19 പോകാം. യേശു പറഞ്ഞു, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ അവിടെ എത്തിയിട്ടില്ല. സത്യമായിട്ട് പറയുകയാണ്. സത്യമായിട്ടും പറയട്ടെ, അതാണ് എൻ്റെ ലക്ഷ്യം. കാരണം എനിക്കറിയാം, ഇതാണ് സത്യമായിട്ടും ക്രിസ്തുതുല്യമായ ജീവിതം. ഇവിടെ നിങ്ങൾ എത്തിയാൽ നിങ്ങൾ നിരന്തരമായിട്ട് ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കും. നിങ്ങൾ പറയും, എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. പിതാവ് എന്നെ അത് കാണിക്കുന്നില്ലെങ്കിൽ, അത് ചെയ്യാൻ പിതാവ് എന്നെ ഉത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ ഞാനത് ചെയ്യില്ല. 30-ാം വാക്യത്തിൽ ഒരു കാര്യത്തെക്കുറിച്ചാണ് അഭിപ്രായം പറയുന്നത്. ഞാൻ സ്വയമായിട്ട് ഒരഭിപ്രായം പറയുകയല്ല. ഒരേ കാര്യമാണോ? എനിക്ക് വേണമെങ്കിൽ ഒത്തിരി കാര്യം ചെയ്യാം. ഈ ലോകത്തിൽ എല്ലാവരും പല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. യേശു പറയുകയാണ്, ഞാൻ അങ്ങനെ ചെയ്യില്ല. ഒരു കാര്യവും പിതാവ് ആ കാര്യം ചെയ്യാനായിട്ട് എന്നെ ഉത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യവും ചെയ്യുകയില്ല. നിങ്ങൾ പറയും, എന്തൊരു ജീവിതമാണത്? എപ്പോഴും ചോദിക്കണോ, ഇത് ഞാൻ ചെയ്യട്ടോ, അത് ഞാൻ ചെയ്യട്ടോ? അല്ല. നിങ്ങൾക്ക് ആ മനോഭാവം ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും സംഭവിക്കും. ആ ജീവജലത്തിൻ്റെ നദി നിങ്ങളിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. അതൊരു പോരാട്ടമല്ല, എന്നാൽ നിരന്തര ആശ്രയം വേണം. യേശു അതിനെ ഇപ്രകാരം പറഞ്ഞു, ഒരു കൊമ്പും മുന്തിരിവള്ളിയും പോലെ. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, യോഹന്നാൻ 5:19-30 വാക്യങ്ങൾ യേശുവിൻ്റെ ജീവിത രഹസ്യമാണ്. അവനൊരു ശിശുവിനെ പോലായിരുന്നു. ഒരു കുഞ്ഞു പറയുന്നത് 19-ാം വാക്യത്തിൽ യേശു പറഞ്ഞതാണ്, എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല. തൊട്ടിലിൽ കിടക്കുന്ന ശിശു പറയുന്നത് അങ്ങനല്ലേ? 30-ാം വാക്യത്തിൽ പിന്നെയും പറയുന്നു, സ്വയമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അനേക ക്രിസ്ത്യാനികൾ ഇത് മനസ്സിലാക്കുന്നില്ല. നമുക്കെത്താൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന നിലയാണ് ഇതെന്ന്. കാരണം നാം തുടങ്ങുന്നത് എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാണ്.
എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന എനിക്ക് പല കാര്യങ്ങളും ഞാൻ കഴിയും. ഞാൻ ഒത്തിരി സന്ദേശം കേട്ടിട്ടുണ്ട്. എനിക്ക് വചനം അറിയാൻ എനിക്ക് കഴിയും. ശരിയാണ്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വഴികളെപ്പറ്റി അറിയാമായിരിക്കും. എന്നാൽ ഒരു ശിശുവിനെ പോലെ നിരന്തരമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നത് യേശു തൻ്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് ഈ നിരന്തരമായിട്ടുള്ള ദൈവാശ്രയത്തിലേക്ക് ദൈവം നമ്മളെ നടത്താൻ നാം പ്രാർത്ഥിക്കണം. അത് ബോധപൂർവമായിട്ട് നാം ദൈവത്തോട് ചോദിക്കുന്നതല്ല, എന്താണ് അടുത്ത അല്ല. അങ്ങനെ ബോധപൂർവം നാം ചോദിക്കുന്ന കാര്യമല്ല. അത് ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയത്തോടെയുള്ള ജീവിതമാണ്. അത് ആഴത്തിലുള്ള തിരിച്ചറിവാണ്. ഞാൻ സ്വയമായിട്ട് എന്ത് ചെയ്താലും ആത്യന്തികമായിട്ട് അത് ഒരു വിലയുമില്ലാത്തതാണ്. ഞാൻ വിശ്വസിക്കുന്ന നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ദൈവത്തിലുള്ള നിരന്തര ആശ്രയമാണ്. അവിടെ ഞാൻ വലിയ മോഹങ്ങൾ സൂക്ഷിക്കുന്നില്ല. ഞാൻ എത്തിപ്പിടിക്കേണ്ട കാര്യങ്ങൾ ഇല്ല. നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് കഴിയാവുന്നിടത്തോളം നല്ലതായി ചെയ്യുക. എന്നാൽ യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനി അവൻ ജീവിക്കുന്ന നിരന്തര ദൈവാശ്രയത്തിലാണ്. നമുക്ക് തോന്നാം ഇത് അസാധ്യമാണ്, എങ്ങനെ ജീവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ 1 കൊരിന്ത്യർ 14 അധ്യായം കാണിച്ചു തന്നത്. ബുദ്ധിയിൽ മുതിർന്നവരായിപ്പീൻ, എന്നാൽ തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പീൻ. അതുകൊണ്ട് പല കാര്യങ്ങളിലും നാം പക്വതയുള്ള പുരുഷന്മാരെ പോലെ ആയിരിക്കണം. എന്നിട്ടും നാം നിസ്സഹായരായ ഒരു ശിശുവിനെ പോലെ ദൈവത്തിൻ്റെ അടുക്ക വരണം. എനിക്കത് വിവരിച്ച് പറയാൻ അറിയില്ല. പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരും. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു കുഞ്ഞിനെക്കുറിച്ച് സംസാരിക്കുമ്പം ഒരു കുഞ്ഞ് അവൻ നിസ്സഹായനായിരിക്കുന്നതുകൊണ്ട് അത് തൻ്റെ അമ്മയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മ എൻ്റെ കാര്യം നോക്കും, പിതാവ് എൻ്റെ കാര്യം നോക്കും. എൻ്റെ മോഹമാണ് ഇങ്ങനെ ഒരു ജീവിതം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എൻ്റെ ജീവിതത്തെ പറ്റിയുള്ള പദ്ധതികൾ, പണം കൈകാര്യം ചെയ്യുന്നത്, എന്ത് വാങ്ങണമെന്ന് തീരുമാനിക്കുമ്പം അല്ലെങ്കിൽ വാങ്ങണ്ടെന്ന്, എങ്ങനെ എൻ്റെ സമയം ചെലവഴിക്കണം, എങ്ങനെ എൻ്റെ പണം ചെലവഴിക്കണം. നമ്മൾ എടുക്കുന്ന 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണത്. എൻ്റെ സമയം എങ്ങനെ ചെലവഴിക്കണം, എൻ്റെ പണം എങ്ങനെ ചെലവഴിക്കണം. എല്ലാ ദിവസവും ഇന്ന് എൻ്റെ സമയം എങ്ങനെ ചെലവഴിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. ഇന്നെൻ്റെ പണം എങ്ങനെ ചെലവഴിക്കണം. ഇവിടെ ഒരു ശിശു അപ്പനിൽ ആശ്രയിക്കുന്ന പോലെ ഞാൻ ആശ്രയിക്കണം. ഇതൊരു മനോഹരമായ ജീവിതമാണ്. ഒരു ദിവസം കൊണ്ട് നാം അവിടെ എത്തുന്നില്ല. എന്നാൽ നിങ്ങൾ അതിന്മേൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ ഒരു സമയം കഴിയുമ്പം അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. എന്നാൽ ആരംഭത്തിൽ നാം വളരെയധികം ദൈവത്തെ കാര്യത്തിൽ അന്വേഷിക്കണം. കർത്താവ്, ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, അവിടെ ഞാൻ എന്ത് ചെയ്യണം, എനിക്കറിയില്ല. ഈ മനോഭാവമാണ് ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷം പകരുന്നത്. അതാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെ നിസ്സഹായതയോടെ ആശ്രയിക്കുന്നതാണ്. അതൊരു ബുദ്ധിപരമായ കാര്യമല്ല. അനേക വിശ്വാസികൾക്കും അത് ബുദ്ധിപരമായ ഒരു കാര്യമാണ്. യേശു എൻ്റെ പാപത്തിനായിട്ട് മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. അനേകരിങ്ങനെ പറയാറുണ്ട്, എന്നാൽ അവർ ആഴമില്ലാത്ത തോൽവി അടഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. നമുക്ക് പുതിയ നിയമത്തെക്കുറിച്ചും പുതിയ നിയമ സാന്നിധ്യത്തെ പറ്റിയൊക്കെ പറയാൻ കഴിയും. എന്നാൽ ഞാൻ കാണുന്നു, CFCയിലുള്ള വിശ്വാസികളിൽ പലരുടെയും ജീവിതം മറ്റ് സഭകളിലുള്ള വിശ്വാസികളുടെ ജീവിതവുമായിട്ട് ഒരു വ്യത്യാസവുമില്ല. പിന്നെന്തിലാണ് നാം പോഴുന്നത്? ഒരു കുഞ്ഞ് നിസ്സഹായതയോടെ തൻ്റെ അമ്മയെ ആശ്രയിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കൊമ്പ് നിസ്സഹായതയോടെ ആ വൃക്ഷത്തിൽ ആശ്രയിക്കുന്നത് പോലെ ആശ്രയിക്കാനായിട്ട് നാം പഠിച്ചില്ല എങ്കിൽ ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നാം മനസ്സിലാക്കിയിട്ടില്ല. കർത്താവിനെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു, എന്നാൽ നിഗളികളോട് അവൻ എതിർത്ത് നിൽക്കുന്നു. അനേകരും ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കാതിരിക്കുന്നുള്ള കാരണം കഴിഞ്ഞ 60 വർഷമായിട്ട് അനേക രാജ്യങ്ങളിലുള്ള അനേക വിശ്വാസികളെ കണ്ടതിന് ശേഷം എനിക്ക് ഈ കാര്യം മനസ്സിലായി. അതിന് ഒരു കാരണമേ ഉള്ളൂ, അവർ നിഗളികളാണ്. നിഗളമാണ് ഒരു മനുഷ്യനെ സഭയിൽ നിന്നും ദൈവത്തിൽ നിന്നും ദൂരേക്ക് കൊണ്ടുപോകുന്നത്. നിഗളമാണ് ഒരു മനുഷ്യനെ ആത്മീയമായിട്ട് വളരുന്നതിന് തടയുന്നത്. നിഗളമാണ് ആത്യന്തികമായിട്ട് അവനെ നശിപ്പിക്കുന്നത്. നിഗളമാണ് ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നിഗളം കൊണ്ടാണ് ആളുകൾ സഭയിൽ നിന്ന് പിന്മാറിപ്പോകുന്നത്. എത്രമാത്രം അവർ താഴ്മയുള്ളവരാണെന്ന് അഭിനയിച്ചാലും ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും. അവൻ എപ്പോഴും നിഗളികൾക്കെതിരാണ്. എന്നാൽ താഴ്മയുള്ളവർക്ക് അവൻ ധാരാളം കൃപ നൽകും. താഴ്മയുള്ളവനൊരു ശിശുവിനെ പോലാണ്, നിസ്സഹായതയോടെ ദൈവത്തെ ആശ്രയിക്കും. അവൻ പറയും, കർത്താവേ, എനിക്ക്
എപ്പോഴും അവിടുത്തെ സഹായം വേണം. ഞാനിത് മനസ്സിലാക്കുന്നു. ആത്മീയമായിട്ട് നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ലോകപ്രകാരം എൻ്റെ ജോലിയിലും മറ്റു 101 കാര്യം എനിക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിന്നെ കൂടാതെ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകരുത്. ഞാൻ പറയുന്നത് നിന്റെ ജോലിയിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്നല്ല. ദൈവത്തെ അറിയാത്ത ഒത്തിരി ആളുകൾ, അവർ വളരെ ബുദ്ധിമാന്മാരും അനേക കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള വലിയ ശാസ്ത്രജ്ഞന്മാരാണ്. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചിട്ടുള്ള ആളുകളും അതുപോലെ ഈ വിമാനങ്ങളും അതുപോലെ മൊബൈലുകളും അവർ കർത്താവിനെ ആശ്രയിച്ചിട്ടുള്ളവരല്ല. അവർ ബുദ്ധിമാന്മാരാണ്. അവരുടെ തലച്ചോറ് ഉപയോഗിച്ച് അവർ ഈ ഭൂമിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നു. അവർ കോടീശ്വരന്മാരാകുന്നു, ആഡംബരത്തോടെ ജീവിക്കുന്നു. ലോകപ്രകാരമുള്ള കാര്യങ്ങളിൽ അത് ശരിയാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പം, ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യമാണ്. ഒരു ശിശുവിനെ പോലെ നാം വരുന്നില്ലെങ്കിൽ പറയുക, കർത്താവേ, അങ്ങനെയുള്ള പൂർണ്ണ ആശ്രയത്തോടെ ഞാൻ ജീവിക്കുന്നില്ല, അങ്ങേ പ്രസാദിപ്പിക്കുന്ന ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഒരു ശിശുവിനെ പോലെ ദൈവത്തിന് മുമ്പാകെ ജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ സമതുലിതാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ലോകപ്രകാരമുള്ള ജോലിയിലും മറ്റും നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ഇതാണ് ഇത് തമ്മിലുള്ള സമതുലിതാവസ്ഥ. പലപ്പോഴും ലോകപ്രകാരം നിങ്ങൾ വളരെ കഴിവുള്ള ഒരാളാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ലോകപ്രകാരം പല നേട്ടങ്ങളും നിങ്ങൾ കൊയ്തിട്ടുള്ളവനാണെങ്കിൽ, അത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ സഭയിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിലേക്ക്. അതാണ് അപകടം. ലോകപ്രകാരം അത് ശരിയാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുമ്പം തികച്ചും വ്യത്യസ്തമായ ഒരു മനോഭാവമായിരിക്കണം. നിസ്സഹായതയോടെ നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കണം. ഞാൻ ഇത് പറഞ്ഞു തരാനായിട്ട് എൻ്റെ കഴിവിനനുസരിച്ച് ശ്രമിച്ചു. പലപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ അവസാനം ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, എനിക്കതിന് കഴിഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഈ സഹോദരന്മാർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കണേ, ഈ വലിയ സത്യത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ. നന്ദി. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.